അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. പാലക്കാട് എടുത്തൊഴിയും ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ബൈ ഇലക്ഷനിൽ. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു LDF. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്തത്. അല്ല നേതാവേ, എനിക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് CPM ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നമ്മുടെ പാർട്ടിക്ക് വോട്ട് സ്പ്ലിറ്റായി പോകുന്നത്? 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ നമുക്കവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ. വെറും 2,000 വോട്ടോ 1,500 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഈ 2ാം സ്ഥാനക്കാരായ BJPയും 3ാം സ്ഥാനക്കാരായ CPM തമ്മിൽ. പരിതാപകരമായ ഒരു സ്ഥിതിയിലൊന്നുമല്ല CPM എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിതാപകരമായ ഒരു സിറ്റുവേഷനിലാണോ CPM എന്ന് ചോദിച്ചാൽ അല്ല. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPയും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM തമ്മിൽ ഒരു 1,000, 1,500, 2,000 അടുത്ത് വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് ഈ സ്പ്ലിറ്റ് ആകുന്ന ആ സൂത്രം മനസ്സിലായില്ലല്ലോ, ഒന്ന് പറഞ്ഞു തരാമോ? അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ 1 മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അല്ല സതീശൻ സാറേ, മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ്, തെറ്റിദ്ധരിക്കേണ്ടത്. നമ്മുടെ സ്ഥാനാർത്ഥിയല്ലേ സത്യത്തിൽ ഒരു വീക്കായ കാൻഡിഡേറ്റ് എന്ന് പറയാവുന്നത്? അങ്ങനെ ഒരു ശക്തനായ കാൻഡിഡേറ്റ് ആണോ പിഷാരടി? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയൊക്കെ പാർട്ടി പ്രവർത്തനങ്ങളിൽ അങ്ങനെ 365 ദിവസം നിറഞ്ഞു നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ കാൻഡിഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രസംഗിക്കാനൊക്കെ വരും, ക്യാൻവാസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ ഈ കോൺഗ്രസിൻ്റെ അനുഭാവി എന്ന നിലയിൽ നമ്മളൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിലേറെ അദ്ദേഹം ഒരു നടനാണെന്ന് പറയാം. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടമൊക്കെ കാഴ്ചവെക്കാൻ മാത്രമുള്ള ധീരവീര നേതാവായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ച് CPM പറയുകയാണെങ്കിലോ, നമ്മുടെ കാൻഡിഡേറ്റ് വളരെ വീക്കായി പോയതുകൊണ്ട് BJPയെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്താണെന്ന് CPM ആക്ഷേപിച്ചാൽ എന്ത് ചെയ്യും? CPM പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥി NMR റസാഖ് അവർക്ക് ഇപ്പോൾ ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും ശക്തനായ ഒരു നേതാവാണെന്നാണ് പറയുന്നത്. നല്ല രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് പറയുന്നു. BJPയുടെ തൊട്ട് പുറകിലായിട്ട് അവരുണ്ട്. NMR റസാഖ് വിചാരിച്ചാൽ ഈ 18,000 വോട്ടൊക്കെ മറികടക്കാൻ പറ്റുന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ 3ാം സ്ഥാനത്തായതുകൊണ്ട് അവർക്ക് ഒരു പോരാട്ടം കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനു മുമ്പ് മത്സരിച്ച സരിനേക്കാളും എത്രയോ ഭേദമാണെന്നായിരിക്കാം ഒരുപക്ഷെ അവരുടെ അഭിപ്രായം. കാരണം കോൺഗ്രസിൽ നിന്ന് തൊട്ട് മുമ്പ് കാലുമാറി വന്ന ഒരു സ്ഥാനാർത്ഥിയേക്കാൾ എത്രയോ ഭേദമല്ലേ അവരുടെ ഒരു അനുയായി എന്നുള്ള നിലയ്ക്കോ ഇടതുപക്ഷ സന്തത സഹചാരി എന്നുള്ള നിലയ്ക്കോ ഒക്കെ NMR റസാഖിനെ അവർ കാണുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന് എന്തായിരുന്നു രാഷ്ട്രീയം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും അവിടുത്തെ ഒരു പൊതുകാര്യ പ്രസക്തനായ ഒരു നേതാവാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ ഓണേഴ്സിൻ്റെയൊക്കെ എന്തോ ഒരു ഭാരവാഹിയാണ് അദ്ദേഹം. ആ നിലയ്ക്കൊക്കെ അവിടെ അദ്ദേഹം സുപരിചിതനാണ്. ആ മണ്ഡലത്തിലെ പലരും NMR ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് അവിടുത്തെ. അതുകൊണ്ടൊക്കെ വോട്ടാകുമെന്നല്ല ഈ പറയുന്നത്. പക്ഷേ സതീശൻ സാറിൻ്റെ അതിബുദ്ധി ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ഇലക്ഷൻ ഒരു അജണ്ട സെറ്റ് ചെയ്യണം. ഈ ന്യൂനപക്ഷങ്ങളെല്ലാം ഒന്നിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. ഈ BJPയും CPMും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നും അവരൊരു സഖ്യമാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസം ജനിപ്പിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ഒന്നിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കണം. ഈ ഉദ്ദേശമാണുള്ളത്. ഇടതുപക്ഷം തുടങ്ങി വെച്ചൊരു വികസന രാഷ്ട്രീയ അജണ്ട ഇവിടെ ചർച്ചയ്ക്ക് വരരുത്. നല്ല സ്കൂളുകളെ പറ്റിയോ ആസ്പത്രികളെ പറ്റിയിട്ടോ റോഡുകളെ പറ്റിയോ പാലങ്ങളെ പറ്റിയോ കഴിഞ്ഞ 10 വർഷം നടപ്പിലാക്കിയ ഇടതുപക്ഷത്തിൻ്റെ വികസനങ്ങളൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വരരുത്. പവർ കട്ടില്ലാത്തൊരു കാലത്തെപ്പറ്റി ചർച്ചയ്ക്ക് വരരുത്. 6 മണി വരെ ആസ്പത്രികളൊക്കെ തുറന്നു വെച്ച് ഡോക്ടർമാർ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റി ചർച്ചയ്ക്ക് വരരുത്. പാഠപുസ്തകങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായി കിട്ടുന്നൊരു കാലാവസ്ഥയെപ്പറ്റി ഇടതുപക്ഷം സംസാരിക്കുന്നത് ചർച്ചയ്ക്ക് വരരുത്. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ കൃത്യമായി എല്ലാ മാസവും ഇപ്പോൾ 62 ലക്ഷത്തോളം ജനങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ചർച്ചയ്ക്ക് വരരുത്. 35 ലക്ഷത്തോളം സ്ത്രീ ജനങ്ങൾക്ക് മാസം 1,000 രൂപ കിട്ടുന്നത് ചർച്ചയ്ക്ക് വരരുത്. ഏതാണ്ട് 5 ലക്ഷത്തോളം യുവജനങ്ങൾക്ക് മാസം 1,000 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്നത് ചർച്ചയ്ക്ക് വരരുത്. ഇതൊക്കെ ചർച്ചയ്ക്ക് വന്നാൽ നമ്മുടെ പാർട്ടിക്ക് ദോഷമല്ലേ? അത് നന്നായി എൻ്റെ സതീശൻ സാറേ. അതുകൊണ്ട് തന്നെ ഈ BJPയും CPMും ബൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളെല്ലാം കൂടെ പേടിച്ചുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യും.
അത് നല്ല ടെക്നിക്കാണ് സാറേ. അത് തന്നെയായിരിക്കണം നമ്മുടെ ഈ ഇലക്ഷൻ്റെ അജണ്ട. അല്ലാതെ ഈ നാട്ടുകാർക്ക് കഞ്ഞി കുടിക്കാനുണ്ടോ, തുണിയുണ്ടോ, ഭക്ഷണമുണ്ടോ, അവർക്ക് നല്ല സൗകര്യങ്ങളുണ്ടോ, ആസ്പത്രികളുണ്ടോ, സ്കൂളുകളുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? 10 വർഷമായിട്ട് കേന്ദ്രത്തിലും ഇല്ല, കേരളത്തിലും അധികാരമില്ല. അതിൻ്റെ സങ്കടം ഇവർക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇത് തന്നെയാണ് അതിൻ്റെ വഴി. നമുക്ക് CPM ഉം BJP യും തമ്മിൽ ബായിയാണ്, അല്ലെങ്കിൽ ബാന്ധവമുണ്ടോ എന്ന് അരക്കെട്ട് ഉറപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളൊക്കെ നമ്മുടെ പുറകെ വന്ന് നമ്മുടെ പെട്ടിയിൽ വീഴ്ത്തിക്കോളും വോട്ടുകളെല്ലാം. അങ്ങനെ നമുക്ക് അധികാരം പിടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മോഹങ്ങളെല്ലാം സബലീകരിച്ച് കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കണം. അതിന് ഈ ന്യൂനപക്ഷങ്ങളുടെ മാത്രം വോട്ട് പോരാട്ടോ, ഭൂരിപക്ഷത്തിൻ്റെയും വോട്ട് കിട്ടണം. കോൺഗ്രസ് വീക്ക് കാൻഡിഡേറ്റിനെയാണല്ലോ ഇട്ടിരിക്കുന്നത്. ഈ പിഷാരടിയെ പോലെ ഇപ്പം നേമത്താണെങ്കിലും ശരി, അങ്ങനെ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് ഒരു ഫൈറ്റേ കൊടുക്കുന്നില്ല. അങ്ങനെ BJP ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയും ബാക്കി മണ്ഡലങ്ങളിലൊക്കെ BJP-ക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്ന് ചിലപ്പോൾ CPM ഉം ഇവിടെ പ്രചരിപ്പിച്ചു തുടങ്ങിയാൽ ഈ അജണ്ട ആകെ മാറിപ്പോകും. അങ്ങനെ ഗുജാലാവും. 2 ആഴ്ച ഈ വർത്തമാനം കൊണ്ട് നമുക്ക് സമയം കഴിക്കാം. പിന്നെല്ലാം വിധി പോലെ വരും. അത് കേരളക്കാരുടെ തലയിലെഴുത്ത് പോലെ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തമാശകൾ തൽക്കാലം ഇവിടെ നിർത്താം. അടുത്ത തമാശയ്ക്കായി കാതോർത്തിരിക്കാം. അതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം.